ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് ഞങ്ങൾക്കൊരു കല്യാണം ഉണ്ട് കേട്ടോ. ഏട്ടൻ്റെ പെങ്ങളുടെ വീട്ടിലാണ് കല്യാണം. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി കല്യാണത്തിന് പോവുകയാണ്. അപ്പവും പപ്പും ഞാനും കൂടി ഇവിടെ നിന്ന് പോവും. എന്നിട്ട് ചളവറന്ന് എല്ലാവരും കൂടിയാണ് പോണത് കേട്ടോ. അവർ ബാഗൊക്കെ എടുത്തിട്ട് എന്താണെന്ന് വെച്ചാൽ അത് കഴിഞ്ഞ് അവർ അവിടെ തന്നെ നിൽക്കുകയാണ് കേട്ടോ. ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോവുകയാണ്. അതുകൊണ്ട് ഇനി ഒരാഴ്ച അവർ അവിടെ ആയിരിക്കും. അതുകൊണ്ട് അവർ ബാഗൊക്കെ എടുത്തത്. വീട്ടിൽ ചെന്ന് ഏട്ടനും അപ്പവും കൂടി ഒരു വണ്ടിയിലും ഞാനും പപ്പും കൂടി ഒരു വണ്ടിയിലാണ് പോകുന്നത് കേട്ടോ. എല്ലാവർക്കും ഉള്ളൊരു സംശയമാണ് ഞങ്ങൾ 4 പേരും കൂടി ഒരു വണ്ടിയിൽ പോകുമെന്ന്. ഒരിക്കലും ഇല്ല. ഞങ്ങൾ രണ്ടുപേരായിട്ടാണ് എല്ലായിടത്തേക്കും പോകാറ് കേട്ടോ. അങ്ങനെ കുളപ്പുള്ളി എത്തിയപ്പോൾ അവർ ATM കയറി. ഞങ്ങളപ്പോൾ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. ഞങ്ങൾക്ക് എവിടെ ഓഡിറ്റോറിയം എന്നറിയില്ല. അങ്ങനെ അവർ ATM പോയിട്ടൊക്കെ വന്നു. ഞങ്ങൾ പെട്ടെന്ന് തന്നെ ഓഡിറ്റോറിയത്തിലെത്തി. കല്യാണമൊക്കെ വന്നുകൊണ്ടിരിക്കണുള്ളൂ. കെട്ടൊരമ്പലത്തിൽ വെച്ചിട്ടായിരുന്നു. അപ്പോൾ കെട്ടൊക്കെ കഴിഞ്ഞ് പെണ്ണും ചെക്കനൊക്കെ മെല്ലെ വരുന്നേ ഉള്ളൂ. ആളുകൾ കുറച്ചൊക്കെ ഇവിടെ ഓഡിറ്റോറിയത്തിൽ എത്തിയിട്ടുണ്ട്. ബാക്കി എല്ലാവരും എത്തിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഞങ്ങൾ വന്ന ഉടനെ ഞങ്ങളുടെ പരിപാടി തുടങ്ങി. ഞങ്ങൾ ഫോട്ടോ എടുക്കാതിരുന്നതാണ് കേട്ടോ. ഈ അപ്പൂനും പപ്പൂനും ഫോട്ടോയ്ക്ക് വിളിച്ചാൽ വരുമൊന്നുമില്ല. ഏട്ടൻ്റെ സ്വഭാവം അങ്ങനെ തന്നെയാണ് കേട്ടോ. അങ്ങനെ കുറച്ച് നേരം ഇരുന്നപ്പോഴേക്കും പെണ്ണും ചെക്കനും ഒക്കെ വന്നു. അവർ സ്റ്റേജിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ്. തിരക്കൊക്കെ വന്നു കേട്ടോ. അപ്പോൾ നിറയെ ആളുകളൊക്കെ ആയിട്ടുണ്ട്. ഏട്ടൻ അപ്പോഴേക്കും പോയി കേട്ടോ. കാരണം ഏട്ടന് വേറൊരു പരിപാടി ഉണ്ടായിരുന്നു ഇന്ന്. അപ്പോൾ ഇനിയും കുട്ടികളേനെ അവിടെ ഇരുത്തിയിട്ട് ഏട്ടൻ പോയി. അപ്പോഴേക്കും ഏട്ടനും മോളും ഒക്കെ പാടെ വന്നിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി അവിടെ ഇരുന്നു. ഏട്ടൻ പെട്ടെന്ന് തന്നെ പോയി. ഇതാണ് ചേച്ചിയുടെ മക്കളാണ് ഇത് കേട്ടോ. വൃന്ദ, വന്ദന. ഇത് ഏട്ടൻ്റെ മകളാണ്, അമ്മുവാണ്. അപ്പോൾ അവരൊക്കെ പാടെ ഇരുന്ന് അവിടെ ഇരുന്ന് ഫോട്ടോ എടുക്കുമായിരുന്നു. ആ സമയം ഞങ്ങളവിടെ ഇരുന്നു. അത് കഴിഞ്ഞ് അമ്മായി വിളിച്ചിട്ട് എൻ്റെ അടുത്തേക്ക് വന്നു കേട്ടോ. ഇത് നമുക്ക് ഫോട്ടോ എടുക്കല്ലേ ചോദിച്ചു. അങ്ങനെ ഞങ്ങൾ വീഡിയോ എടുത്തതാണ് കേട്ടോ. ഡ്രസ്സൊക്കെ ഭംഗിയുണ്ടോ ചോദിക്കുക അവർ. അപ്പോൾ ഡ്രസ്സൊക്കെ നല്ല ഭംഗിയുണ്ടെന്നൊക്കെ പറഞ്ഞാണ്. എനിക്കിഷ്ടമായി കേട്ടോ അവരുടെ ഡ്രസ്സും. മൊത്തത്തിൽ നല്ല ഇഷ്ടമായി. എല്ലാം നല്ല ഭംഗിയുണ്ടായിരുന്നു. ഇതാണ് ഏട്ടൻ്റെ പെങ്ങളുടെ കുട്ടികൾ. അത് കഴിഞ്ഞ് ഞങ്ങളുടെ വക എല്ലാവരെയും കൂടി ഒരു ഫോട്ടോ എടുക്കലൊക്കെ കഴിഞ്ഞ് വേഗം പോയിട്ടോ. ഇവിടെ ഞങ്ങൾ കണ്ട ഇങ്ങനെയാണ്, എപ്പോഴും ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കും. അത് അങ്ങനെ ആയിപ്പോയി. ഇത് ഏട്ടൻ്റെ മോളും കേട്ടോ. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടി പുറത്തിറങ്ങി. പുറത്തൊരു ചെറിയ ഗാർഡനൊക്കെ അവർ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. നല്ല ഭംഗിയുണ്ട് ഗാർഡൻ. അവിടെ വലിയൊരു പക്ഷിക്കൂടൊക്കെ ഉണ്ട്. അതിൽ നിറയെ ലവ് ബേർഡ്സും പിന്നെ ഇരിക്കാനുള്ള സ്ഥലം, ഊഞ്ഞാൽ എല്ലാം ഉണ്ട് കേട്ടോ. നല്ലൊരു അന്തരീക്ഷമായിരുന്നു. അവിടെ സുഖമായിട്ട് കുറേ നേരം ഇരിക്കാനൊക്കെ നമുക്ക് പറ്റും. അപ്പോൾ പപ്പു ആ ലവ് ബേർഡ്സിനൊക്കെ തൊട്ടിട്ട് കളിക്കണം കേട്ടോ. അത് അമ്മ കടിക്കുന്നുണ്ട് എന്നൊക്കെ പറയാം. അത് കഴിഞ്ഞ് ഇവരൊരു ഡാൻസും ഉണ്ടായിരുന്നു. അതും കൂടി കണ്ടിട്ട് ഞങ്ങൾ തിരിച്ചു പോന്നു.你不会，你不会。